അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് രേഷ്മ. ഞാൻ അങ്കമാലി നീലീശ്വരം നടുവട്ട ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ഖത്തറിൽ സെറ്റിൽഡാണ്. ഞാൻ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 5 വർഷമായി കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അതിനിടയിൽ ഒരു മിസ്കാരേജ് എനിക്കുണ്ടായി. ഒരു ട്യൂബുലർ പ്രഗ്നൻസി ഉണ്ടായിരുന്നു. ഒരു ഹിസ്ട്രോസ്കോപ്പി ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്തു. ഒരു IUI ട്രീറ്റ്മെൻറ്റും ചെയ്തു. അതെല്ലാം ഫെയിലായി. പാരൻസ് എല്ലാം ഉടമ്പടി എടുക്കാൻ പറയുമായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്താൽ മാത്രമാണ് കുഞ്ഞുണ്ടാവുമെന്ന് ഞാൻ ആദ്യം ചോദിച്ചിരുന്നു. പിന്നീട് ഞാൻ ഉടമ്പടി ധ്യാനങ്ങൾ കൂടിയും സാക്ഷ്യങ്ങൾ കൂടിയും എനിക്ക് ഉടമ്പടിയിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാവുകയും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എല്ലാം ചെയ്തു. അതിലൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അങ്ങനെ എനിക്ക് എൻ്റെ മേമ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതും സാധിച്ചിട്ടില്ല. എൻ്റെ അമ്മ മദറിലോ വന്ന് ഉടമ്പടി എടുത്തു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടും യാതൊരു അനുഗ്രഹവും ലഭിച്ചില്ല. അപ്പം എന്നോട് തന്നെ വന്ന് നേരിട്ട് തീർത്ഥാടനം ഉടമ്പടി എടുക്കാൻ വന്ന് പറഞ്ഞു. ഞാനത് പാലിച്ചു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നാൽ എന്തായാലും എനിക്കൊരു കുഞ്ഞിനെ കിട്ടുന്ന ഉറച്ച വിശ്വാസത്തിൽ മാതാവിനെ കാണണമെന്ന് ഈ നടയിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടി ഞാൻ ഇവിടെ വന്നു. 2025 ജനുവരി 4-ാം തീയതി ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അച്ഛനെ കാണാനും ഒരു അനുഗ്രഹം കിട്ടി. അച്ഛൻ്റെ ബ്ലെസ്സിങ്സും കിട്ടിയായിരുന്നു. അച്ഛനിവിടെ അൾത്താരയിൽ വെച്ച് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിങ്ങളുടെ ചോരയിൽ ഉണ്ടായ കുഞ്ഞിനെ കൊണ്ട് വന്ന് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. സൈത്ത് തന്ന് അനുഗ്രഹിച്ച് തൈലം പൂശി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലം വീട്ടിൽ ചെന്ന് എന്നും വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കുഞ്ഞ് കാശുരൂപം അച്ഛൻ തന്നിരുന്നു. ആ കാശുരൂപവും ഞാൻ തലോണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുമായിരുന്നു. പൂർണ്ണ 2025 സെപ്റ്റംബർ 2-ാം തീയതി എനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ മാതാവ് തന്നു. മാതാവ് തന്ന കുഞ്ഞാണ് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ പേര് ഈ കുഞ്ഞിനെ ചേർത്തു. എസ്ലിൻ മറിയം ജിനു എന്ന് ചേർത്താണ് വിളിച്ചേക്കുന്നത്. എൻ്റെ ഈ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് നമ്മൾ അവിടുത്തെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഞങ്ങൾ ഫുഡ് വിതരണം ചെയ്യുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി ഓട്ടിസം ബാധിച്ചൊരു കുട്ടീനെ ലൈഫ് ടൈം സ്പോൺസർഷിപ്പ് എടുത്തിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് അതുപോലെ ഡെയിലി ബ്രെഡും അങ്ങനത്തെ ഓൺലൈൻ ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യും. ഞങ്ങൾ ഖത്തറിൽ പത്രം കൊണ്ടുപോയി വിതരണം എല്ലാം ചെയ്യുന്നുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി എടുത്തുകൊണ്ട് കുറച്ച് അധികമായി ഉയരാൻ സാധിച്ചു. മാതാവ് എനിക്ക് നേരിട്ട് മാതാവിൻ്റെ സ്മെല്ലോ അങ്ങനെ നേരിട്ട് സാക്ഷ്യങ്ങളോ അങ്ങനെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടിയിൽ ഒരിക്കൽ അച്ഛൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. ജെറേമിയ 23:23 കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിൻ്റെ ദൈവം, വിദൂരത്തിലായിരിക്കുമ്പോൾ ഞാൻ നിൻ്റെ ദൈവമല്ലേ എന്നൊരു വാക്കിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പിന്നെ യോഹന്നാൻ 20:29 കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ഈ 2 തിരുവചനം എനിക്ക് ഒത്തിരി ഉറപ്പും വിശ്വാസവും നൽകി. മാതാവിനെ ഒരു സാന്നിധ്യം, ഒരു സ്മെല്ല് അല്ലെങ്കിൽ മഴവില്ല രൂപത്തിൽ അടയാളങ്ങളൊന്നും അറിയുന്നില്ലെങ്കിലും മാതാവ് കൂടെ ഉണ്ടെന്ന് ഉറച്ച വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയി. അതിൻ്റെ തെളിവാണ് എൻ്റെ ഒരു കുഞ്ഞ്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. സുഭാഷിതങ്ങൾ 3:6 നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. രേഷ്മ ജോസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച പൈതലുമായി അമ്മ മാതാവിൻ്റെ ഈ തിരുവൾത്താരയിൽ സന്തോഷത്തോടെ നന്ദി പറയുന്നു. മകൾ സൂചിപ്പിച്ചു ആദ്യകാലത്ത് ഏറെ ചികിത്സകളും മറ്റും ചെയ്തത്, അതോടൊപ്പം മിസ്കാരേജും കൂടുതൽ ക്ലേശമുള്ള കാലത്തിലൂടെ കടന്നുപോയത്. എന്നാൽ ഉടമ്പടി എടുത്ത നാൾ മുതൽ അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെടുകയും മറ്റ് ചികിത്സകളും മരുന്നുകളും പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ഉടമ്പടിയിൽ തന്നെ ശരണപ്പെട്ടുകൊണ്ട് ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ലഭിച്ച ആ കൊച്ചു കാശുരൂപവും അതുപോലെ സൈത്യഭൂഷിയുള്ള പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് എല്ലാ കുറവുകളും ശാരീരികമായ എല്ലാ പോരായ്മകളും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയും
അമ്മ മാതാവ് ഉടനടി പരിഹാരത്തിൻ്റെ അമ്മ അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഉദരത്തിലൊരു കുഞ്ഞിനെ ഉരുവാക്കുകയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ യാതൊരു ശാരീരിക പ്രശ്നങ്ങളുമില്ലാതെ ഈ മകൾക്ക് ജനിപ്പിക്കുവാൻ കഴിവ് കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ പങ്കുവെക്കുന്നത്. മകൾ സൂചിപ്പിച്ചു, കൃപാസനത്തെക്കുറിച്ച് ആദ്യകാലത്ത് നെഗറ്റീവായിട്ടാണ് ഞാൻ കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്താലേ കുഞ്ഞുണ്ടാകുമോ എന്ന ചോദ്യത്തോടു കൂടിയാണ് എൻ്റെ ബന്ധുക്കളോടൊക്കെ ഞാൻ ആദ്യകാലത്ത് സംസാരിച്ചിരുന്നത്. എന്നാൽ അമ്മയുടെ തണലിലേക്കും സംരക്ഷണയിലേക്കും വന്നപ്പോൾ അമ്മ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നുവെന്ന്, കാഴ്ചപ്പാടുകളെ എങ്ങനെ മാറ്റുന്നുവെന്ന്, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലെന്ന്, പരിമിതമായ എൻ്റെ കഴിവിനപ്പുറം, ഞങ്ങളുടെ സാധ്യതകൾക്കപ്പുറം, മരുന്നിൻ്റെ ശക്തിക്കപ്പുറം ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്കൊരുപക്ഷെ ഒരിക്കലും കിട്ടില്ലെന്ന് ഇങ്ങനെ മാറി മാറിപ്പോയിക്കൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ ദൈവ സംരക്ഷണയിൽ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നതിനെയാണ് സന്തോഷത്തോടു കൂടി ഈ അൾത്താരയിൽ നിന്ന് സമർപ്പിച്ച് മേരി എന്ന പേര്, മറിയം എന്ന പേര് കുഞ്ഞിനോടൊപ്പം ചേർത്ത് അമ്മയോടുള്ള സ്നേഹത്തെയും അമ്മ നൽകിയതെന്ന ഓർമ്മപ്പെടുത്തലായും സ്വീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ഒരുപക്ഷെ ആദ്യകാലത്ത് ഏറെ ക്ലേശമോ സംശയമോ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉളവാക്കുമെങ്കിലും ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ വലിയ ദൈവിക സംരക്ഷണത്തിൻ്റെ, അപ്രതീക്ഷിതമായ ദൈവാനുഗ്രഹങ്ങളുടെ, ചോദിക്കുന്നതൊക്കെയും കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന പരിശുദ്ധമ്മയുടെ ശക്തമായ ഇടപെടലിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പറയുക. ഉടമ്പടി എടുത്തു, അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉദരത്തിൽ അമ്മയും ഈശോയും ഒരു കുഞ്ഞിനെ ഉരുവാക്കി ആരോഗ്യത്തോടുകൂടി ഈ അൾത്താരയിരുന്ന് ദൈവത്തിന് സമർപ്പിച്ച് നന്ദി പറയുവാൻ എന്നെ സഹായിക്കുകയും ചെയ്തുവെന്ന ഈ കുടുംബത്തിന് ഈ കുഞ്ഞിലൂടെ ലഭിച്ച എല്ലാ നന്മകൾക്കും സന്തോഷത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.